അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് മൊബൈലിലൂടെ കണ്ട ഒരു അത്ഭുത കാഴ്ച, അത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ എന്നെക്കാളും മുമ്പ് അത് കണ്ടിട്ടുണ്ടാവും. കണ്ടവർ അറിയിക്കുക കമന്റിലൂടെ. കാണാത്തവരുമുണ്ടാവും. അവർക്കൊരു പുതിയ കാഴ്ചയായി ഇരിക്കുമെന്ന് തോന്നുന്നു. മൊബൈൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ നാം സാധാരണയായി തയ്യാറാവാറുണ്ട്. എന്നാൽ മയ്യിത്ത് പരിപാലനവും ആ രൂപത്തിലേക്ക് മാറുന്നത് വലിയ വേദനയുണ്ടാക്കുന്നുണ്ട്. മയ്യിത്ത് പരിപാലനം, ഖബറടക്കൽ, മറ്റു ചടങ്ങുകളൊക്കെ കൂടുതലായി നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്നതിന് വിപരീതമായി കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു സ്ഥലത്ത് ഖബറെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ എല്ലാ മേഖലകളിലും വളരെ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിയ ആ വീഡിയോ, ജനങ്ങൾ വളരെ ഭീതിയോടെയാണ് അതിനെ നോക്കിക്കാണുന്നത്. പലരും അത്തരം വീഡിയോക്ക് കമന്റുകൾ നൽകുന്നത്, മയ്യിത്ത് അടക്കി കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വാസന പുറത്തേക്ക് വരികയില്ലേ, അതുപോലെ തന്നെ ഈ ഒരു രൂപത്തിൽ മയ്യത്തിനോട് അനാദരവ് കാണിക്കേണ്ടതുണ്ടോ? ജനങ്ങൾ ഹൈടെക് ആവുക എന്ന് വെച്ചാൽ മരിച്ചവർക്ക് ഖബറിൽ കിടക്കാൻ പറ്റാത്ത രൂപത്തിലൊക്കെ ഹൈടെക് ആവേണ്ടതുണ്ടോ? അങ്ങനെ നീണ്ട ഒരു ചർച്ച തന്നെ ഇതിൻ്റെ പിന്നിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതം എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ഉമ്മത്തിന്റെ ജീവിതം മാബൈന സിത്തീന വസബഈൻ, 60ന്റെയും 70ന്റെയും ഇടയിലുള്ള ചുരുങ്ങിയ ആയുസ് മാത്രമാണ്. ചെറുതായാലും വലുതായാലും, പ്രായമുണ്ടായാലും ഇല്ലെങ്കിലും, അസുഖം വന്നാലും ഇല്ലെങ്കിലും, ജനിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം സുനിശ്ചിതമാണ്. ഏത് സമയത്തും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പടച്ചവന്റെ മുമ്പിലേക്ക് യാത്ര പോകേണ്ടവരാണ് നമ്മൾ. ജീവിതത്തിലെ സുഖസന്തോഷങ്ങൾ, ആർഭാടങ്ങൾ, ആസ്വാദനങ്ങൾ എല്ലാത്തിനും വിരാമം നൽകിക്കൊണ്ട്, കൈമിലർത്തിക്കൊണ്ട് ഒരു ദിവസം നാം യാത്ര പോകും. ആ യാത്ര വളരെ സന്തോഷകരമാകണം. മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. സർവവിധ സന്തോഷങ്ങളുടെ പറുദീസയായ സ്വർഗീയ ലോകത്തേക്ക് മരണത്തോടെ തന്നെ നമുക്ക് ചെന്നു ചെല്ലാൻ പറ്റണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ചുരുങ്ങിയ ആയുസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. ആ ഖബറ് അവരുണ്ടാക്കിയ രീതികളൊക്കെ നമ്മുടെ വീഡിയോയുടെ സൈഡിൽ നൽകുന്നുണ്ട്. ഇത്രക്കും ഒരു മയ്യിത്തിനെ അനാദരവ് കൽപ്പിക്കുന്ന ഒരു രീതി ഏതായാലും മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സുകളിൽ വലിയ വിഷമമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെയുള്ള ജീവിതത്തിലേക്ക് നാം ഇന്ന് എന്ത് ചെയ്തു വച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഖബറിയായ ജീവിതത്തിൽ ആരാരുമില്ലാത്ത ഒറ്റപ്പെട്ട ജീവിതമാണ് ഖബർ എന്ന് പറയുമ്പോൾ. മഹ്ശറയിൽ, സ്വർഗത്തിൽ, നരകത്തിൽ, ദുനിയാവിലെ ജീവിതത്തിൽ എല്ലാത്തിലും നമുക്ക് കൂട്ടിന് ആൾക്കാരുണ്ട്. ഖബർ എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത, ഒറ്റക്ക് താമസിക്കേണ്ട വീടാണ്. അതുകൊണ്ടാണ് ഉമറുൽ ഖത്താബിനെ പോലത്തെ മഹാരഥന്മാർ
സ്വഹാബികൾ ഖബർ കണ്ടാൽ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞിരുന്നു. കാരണം അവിടെ കൂട്ടിനാരുമില്ല. ആ ഖബറിൽ നമുക്ക് കൂട്ടുകാരായി, നമുക്ക് നേരം പോക്കാക്കായി അവിടെ നിന്ന് നമ്മൾ ജീവിതകാലത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിശുദ്ധ ഖുർആനെ നേരം പോക്കാക്കി കിട്ടണമെങ്കിൽ ധാരാളം അതിനെ പാരായണം ചെയ്യണം. നല്ല അദബുകൾ വിശുദ്ധ ഖുർആൻ പാരായണ സമയത്ത് ഉണ്ടാകണം. ഫർളായ നിസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾ അല്പമെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരണം. വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. ഹൃദയത്തിൽ ഒരല്പമെങ്കിലും വിശുദ്ധ ഖുർആൻ മനഃപ്പാടമില്ലാത്തവന്റെ വീട് പൊളിഞ്ഞ വീട് പോലെയാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പൊളിഞ്ഞ് ഉപയോഗശൂന്യമായ മഴയും വെയിലും കാറ്റും കോളും എല്ലാം വന്നിറങ്ങുന്ന ഒരു വീട് പോലെ നമ്മുടെ ഹൃദയമാകരുത്. ശിക്ഷയിൽ നിന്ന് കവചവും സ്വർഗീയ ആനുഭൂതികൾ ആസ്വദിക്കാൻ പാകമാകുന്ന ഒരു ഹൃദയവുമായി നമ്മുടെ ഹൃദയം മാറണമെങ്കിൽ വിശുദ്ധ ഖുർആൻ അല്പമെങ്കിലും നമ്മൾ മനഃപ്പാടമാക്കണം. മനഃപ്പാടമാക്കാൻ ഈ കാലത്ത് ഒരുപാട് ശൈലികളുണ്ട്. കണ്ടുപഠിക്കൽ, കേട്ടുപഠിക്കൽ. ചില മനസ്സുകളിലേക്ക് കേട്ട് പഠിച്ചാൽ പെട്ടെന്ന് വരും, മനസ്സിലിങ്ങനെ പതിയും. അത്തരം ആൾക്കാർക്ക് ഇന്ന് നല്ല ശൈലിയിലുള്ള ഖിറാഅത്തുകൾ യൂട്യൂബിലും മറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മളെ പഴയകാല ടി വികളിലേക്ക് ആരും ചേർത്തി നോക്കേണ്ടതില്ല. കാരണം പഴയകാല ടി വികളിൽ അവർ ചാനലുകാർ നൽകുന്ന, അവർ സംപ്രേഷണം ചെയ്യുന്ന അളിഞ്ഞ വീഡിയോകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന പലതും പഠിക്കാൻ വലിയ വലിയ പണ്ഡിതന്മാർ നമ്മളിലേക്ക് ഇസ്ലാമിക ദഅവത്ത് നൽകുന്നത് തന്നെ യൂട്യൂബിലൂടെയാണ്. പല ക്ലാസ്സുകളും അതുപോലെ തന്നെ പഠന ക്ലാസ്സുകൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പല മെസ്സേജുകളും കൈമാറുന്നത് യൂട്യൂബ് പോലത്തെ സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ നമ്മൾക്ക് നല്ലത് ചൂസ് ചെയ്യാനുള്ള അവസരം യൂട്യൂബിലൂടെ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. വിശുദ്ധ ഖുർആന്റെ വിവിധങ്ങളായ ശൈലികൾ, അതുപോലെ തന്നെ ഫിഖ്ഹിന്റെയും ചരിത്രത്തിൻ്റെയും മറ്റു ക്ലാസ്സുകൾ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മജ്ലിസുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ആവശ്യമായ, പരലോകത്തെ സന്തോഷിപ്പിക്കുന്നതിന് ആവശ്യമായ വീഡിയോകൾ കണ്ടുകൊണ്ട് അതിനെ നാം നല്ല രീതിയിലേക്ക് പോസിറ്റീവായി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി വിശുദ്ധ ഖുർആൻ ഒരൽപ്പമെങ്കിലും ഹൃദയസ്ഥമാക്കി ഹദീസുകൾക്കനുസരിച്ച് ജീവിതങ്ങൾ പാകപ്പെടുത്തി എടുത്ത് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ആരോടും ബാധ്യതകളില്ലാത്ത, കടപ്പാടുകളില്ലാത്ത ഒരു യാത്രയപ്പ് നമുക്ക് യാത്ര തിരിക്കാൻ കഴിയണം. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, കുറവുകൾ എല്ലാം ഏറ്റുവാങ്ങി അവസാനം മരിക്കുന്ന സമയത്ത് അവരോടൊന്ന് പൊരുത്തപ്പെടിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ യാത്ര പോയാൽ പരലോകത്ത് നാം ചെയ്ത നന്മകളൊക്കെ അവർക്ക് കൊടുക്കുകയും നാം വെറും പാപ്പരായി മുഫ്ലിസായി അവിടുന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ആയുസ്, കുറഞ്ഞ സമയം, അത് വളരെ സന്തോഷത്തോടുകൂടെ നമ്മൾക്കും അള്ളാഹുവിനും റസൂലിനും സന്തോഷമാകുന്ന രീതിയിൽ ജീവിച്ച് മരണസമയത്ത് ഈമാനോടുകൂടെ മരിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നമുക്ക് കഴിയണം. അതിനുപകരിക്കുന്ന, ഉതകുന്ന പ്രവർത്തനങ്ങൾ ആണ് ഞാനും നിങ്ങളൊക്കെ ഈ ലോകത്ത് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനം ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ട് ഏറ്റവും നല്ല വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കൂട്ടുകുടുംബത്തിൽ, സുഹൃത്തുക്കളിൽ, ബന്ധുക്കളിൽ നാമുമായി സഹായിച്ചവർ, സഹകരിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, അവരിൽ നിന്നൊക്കെ മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. സ്വർഗീയ ലോകത്ത് നമുക്കും അവർക്കും ഒന്നിച്ച് ആസ്വദിക്കാൻ, മുത്തുനബിയുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.